Life is so sleek in the kitchen. Life to you enjoy. വീടിന്റെ നിർമ്മാണം, അലങ്കാരം, സംരക്ഷണം എന്നിവയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പങ്കുവയ്ക്കുന്ന വീടിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീടിന്റെ വാതിൽ തുറക്കുമ്പോൾ 2.25 സെന്റിലെ 4 ബെഡ്റൂം വീട്. ഷോക്കേസിൽ മോഡുലർ കിച്ചൺ ആക്സസറീസ്. ജാലകത്തിൽ വീട് നിർമ്മാണത്തിന്റെ നിയമവശങ്ങൾ. നഗരത്തിന്റെ നടുവിൽ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്ഥലപരിമിതിയാണ്. എന്നാൽ ഈ പരിമിതിക്കുള്ളിൽ നിന്ന് ഒരു ആർക്കിടെക്റ്റിന്റെയോ ഇന്റീരിയർ ഡിസൈനറിന്റെ സഹായമില്ലാതെ സുരേഷും അദ്ദേഹത്തിന്റെ ഭാര്യ ജിജിയും പണിത വീടാണിത്. 2.25 സെന്റ് സ്ഥലത്ത് 1100 സ്ക്വയർ ഫീറ്റ് വലുപ്പം വരുന്ന ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 4 ബെഡ്റൂം ഉണ്ടെന്നതാണ്. ഈ വീടിന്റെ കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വീട്ടിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഫോയർ ഏരിയ. ആ ഫോയർ ഏരിയയുടെ സൈഡിലായിട്ട് ഒരു ലിവിങ് ഏരിയ ആയിരിക്കും. പക്ഷേ ഈ വീട്ടിൽ നമ്മൾ കാണുന്ന ഈ ഫോയർ ഏരിയയിൽ ഒരു സ്റ്റെയർ കേസാണ്. ഈ വീടിൻ്റെ ലിവിങ് റൂം മുകളിലത്തെ നിലയിലാണ്. ഈ സ്റ്റെയർ കേസ് കയറി ചെല്ലുന്ന ഏരിയയിലാണ് ആ ലിവിങ് റൂം. അതുപോലെ ഈ സ്റ്റെയർ കേസിന് അടിയിലായിട്ട് ഷൂ റാക്ക് എല്ലാം കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ വീട്ടിൽ അത്യാവശ്യം ബില്ല്, പിന്നെ മെഡിസിൻസ് എല്ലാം സൂക്ഷിച്ചു വെക്കാൻ ഒരു ഓർഗനൈസർ ഷെൽഫും ഈ ഫോയർ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. താഴെ കണ്ട ഫോയറിൽ നിന്നാണ് ഈ സ്റ്റെയർ കേസിലേക്കുള്ള എൻട്രി. വളരെ വീതി കുറഞ്ഞിട്ടുള്ളൊരു ഡിസൈനാണ് ഈ സ്റ്റെയർ കേസിന്. അതുകൊണ്ട് തന്നെ ഇടുങ്ങിയ ഫീലിംഗ് തോന്നാത്ത രീതിയിൽ മുകളിൽ പെർഗോള കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നാച്ചുറൽ ലൈറ്റ് ആവശ്യത്തിലധികം കിട്ടുകയും ചെയ്യും. ഈ പെർഗോള ഉള്ളത് കൊണ്ട് തന്നെ ഈ സൈഡിലുള്ള ലിവിങ് റൂമിനും നല്ല പ്രകാശം കിട്ടും. സാധാരണ ഒരു 2 നില വീട്ടിൽ ലിവിങ് റൂം എപ്പോഴും താഴ്ത്ത നിലയിലായിരിക്കും. പക്ഷേ സ്ഥലപരിമിതി കാരണം ഈ വീട്ടിലെ സ്റ്റെയർ കേസ് കയറി വരുന്ന ലോബി ലിവിങ് റൂമായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ കെയിൻ ഫർണിച്ചറാണ് സീറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പഴയ തറവാട്ടിലുണ്ടായിരുന്ന ഫർണിച്ചേഴ്സ് എല്ലാം പുതിയതായിട്ട് റീഡിസൈൻ ചെയ്തിട്ട് ഈ വീട്ടിലെ ഇൻറ്റീരിയേഴ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതൊരു പഴയ തൊട്ടിലായിരുന്നു. അപ്പം ഈ തൊട്ടിലിനെ ഗ്ലാസ് ടോപ്പിലായിട്ട് ഒരു ടീപ്പോ ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. സ്പേസ് യൂട്ടിലൈസേഷന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ വീടിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ലിവിങ് റൂമിൻ്റെ സ്പേസിനെ ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാതെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 ഭിത്തിയുടെ ഇടയിലുള്ള നിഷൻ ഏരിയയിലാണ് ഈ TV യൂണിറ്റ്. ഗ്രാനൈറ്റ് ടോപ്പാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ അട്രാക്റ്റീവ് ആക്കാനും പിന്നെ ഫയർ സ്പേസിൻ്റെ ഒരു ഫീലിംഗ് വരുത്തുന്ന രീതിയിൽ ഈ പ്ലൈവുഡിൻ്റെ മുകളിൽ ഡിസൈനർ ടൈൽസ് എല്ലാം കൊടുത്തിരിക്കുകയാണ്. വീട്ടിലൊരു വലിയ
വലിയ പൂജ റൂം സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലിവിങ് റൂമിൻ്റെ ഒരു കോർണറിലെ ഭിത്തിയിൽ ഒരു നിഷ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് പൂജ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പഴയ തറവാട്ടിലെ ഡെക്കറേറ്റീവ് എലിമെൻറ്റ്സും പഴയ ജനാലയുടെ കട്ടിലെല്ലാം യോജിപ്പിച്ചിട്ടാണ് ഈ പൂജാമുറിയുടെ ഡിസൈൻ. ഇതൊരു 650 സ്ക്വയർ ഫീറ്റിലൊരു പഴയ വീടായിരുന്നു. അപ്പോൾ അത് റിനോവേറ്റ് ചെയ്തിരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സ്വയം ചെയ്യാൻ തീരുമാനിച്ചത്? കാരണം ഞങ്ങളുടെ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും, അതായത് എൻ്റെ അളിയനാണെങ്കിൽ കൂടി ഞാനാണെങ്കിലും വൈഫാണെങ്കിലും കുറച്ച് ഈ ഒരു ഇൻറ്റീരിയർ താല്പര്യമുള്ള ആൾക്കാരാണ്. കൂടാതെ തന്നെ കുറച്ചൊരു ക്രാഫ്റ്റിലും അങ്ങനെ ഒരു ക്രേസുള്ള ആൾക്കാരായതുകൊണ്ട് പിന്നെ പുള്ളിയോട് ഞങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു വേറൊരു പുറത്തുനിന്നൊരു കോൺട്രിബ്യൂഷൻ തൽക്കാലം വേണ്ട, നമ്മളുടെ വീട്ടിൽ താമസിക്കാൻ നമ്മളുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ തൽക്കാലം മതി എന്ന് വെച്ചിട്ട് ഇങ്ങനെ തീരുമാനിച്ചു. അപ്പം ഡിസൈൻ ചെയ്തപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചത്? അതായത് നമ്മളുടെ വീട്ടിൽ ഇതൊക്കെ വേണം എന്നൊരു സ്വപ്നം നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു പൂജാമുറിയായിരുന്നു. അവസാനം വരെ ഞങ്ങൾക്ക് പൂജാമുറിക്ക് സ്ഥലം കിട്ടിയിരുന്നില്ല. പിന്നെ അതും ഞങ്ങൾ സ്ഥലം കണ്ടുപിടിച്ചു. അങ്ങനെ പിന്നെ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളുടെ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂം യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്, രണ്ടും ബാത്റൂംസ് ആവണം. കൂടാതെ തന്നെ ഒരു ചെറിയ മിനി ലൈബ്രറി ഉണ്ടാവണം, അതൊക്കെ ഒരു വിചാരിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഞങ്ങൾ ഈ വീടിനകത്ത് ഒതുക്കി. സാധാരണ ഒരു ഇടുങ്ങിയ സ്റ്റെയർ കേസ് ആണെങ്കിൽ കയറി വരുന്ന ആളുടെ തല മുട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്ലാബിലൊരു കട്ട് കൊടുത്തിട്ട് അതിനൊരു കേർവ് ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. എന്നാൽ ലിവിങ് റൂമിൻ്റെ സ്പേസിനെ അത് ബാധിക്കുന്ന രീതിയിലും അല്ല. രണ്ടേ മുക്കാൽ സെൻറ്റിൽ 1100 സ്ക്വയർ ഫീറ്റ് വലിപ്പം വരുന്ന ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബെഡ്റൂം ഉണ്ടെന്നാണ്. അതിൽ 3 ബെഡ്റൂം അറ്റാച്ച് സൗകര്യങ്ങളും ഉണ്ട്. 2 ബെഡ്റൂം മുകളിലത്തെ നിലയിലും ബാക്കി 2 ബെഡ്റൂം താഴത്തെ നിലയിലുമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂം താഴത്തെ നിലയിലാണ്, അതുപോലെ ഗസ്റ്റ് ബെഡ്റൂംസ് ആണ് മുകളിലത്തെ നിലയിലുള്ളത്. ഏറ്റവും മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ എല്ലാ ബെഡ്റൂമിൻ്റെ ഡിസൈൻ. സ്പേസ് കളയാതെ ഒരു ഇൻബിൽറ്റ് സ്റ്റഡി ടേബിളും അതുപോലെ ബുക്ക് ഷെൽഫിൻ്റെ സൗകര്യങ്ങളും ബെഡ്റൂംസിൽ കൊടുത്തിട്ടുണ്ട്. പഴയ വീടിന് ലിവിങ് ഏരിയ ആയിരുന്നു അത്. അതിനിപ്പോൾ കൺവേർട്ട് ചെയ്ത് ഡൈനിങ് ഏരിയയ്ക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്. ലിവിങ് ഏരിയയുടെ പുറകിലായിട്ട് ഒരു സിറ്റ് ഔട്ട് ഉണ്ടായിരുന്നു. ആ സിറ്റ് ഔട്ടിൻ്റെ ഭിത്തിയാണ് ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റി ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ആ സിറ്റ് ഔട്ടിൻ്റെ ഭിത്തി ഇങ്ങോട്ട് മാറ്റിയപ്പോൾ അധികം സ്പേസ് ഉള്ളിൽ കിട്ടുകയും ചെയ്തു. ഇപ്പോൾ ഒരു എക്സ്ട്രാ ബെഡ്റൂം അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായി. ഈ ഡൈനിങ് ഏരിയയുടെ സൈഡിലായിട്ട് ഒതുങ്ങി മാറി ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ആ വാഷ് ഏരിയയുടെ സൈഡിൽ കൂടിയാണ് മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള ആക്സസ്.
പഴയ അടുക്കളയുടെ പൊസിഷൻ ഇതായിരുന്നു. പക്ഷേ വാസ്തുശാസ്ത്രം അനുസരിച്ച് അടുപ്പിൻ്റെ സ്ഥാനം ശരിയല്ലാഞ്ഞതുകൊണ്ട് പഴയ വർക്ക് ഏരിയ ഇപ്പോൾ കിച്ചണായിട്ട് യൂസ് ചെയ്യാണ്. അവിടെ തന്നെ വേറെ വർക്ക് ഏരിയയ്ക്കുള്ള ഫെസിലിറ്റിയും ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗം പാൻട്രി ഏരിയ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിന് സ്റ്റോറേജ് ഏരിയ ഉണ്ട്. പിന്നെ അതുപോലെ അപ്ലയൻസസ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഇവിടെ തന്നെ ഉണ്ട്. ഒരു വീടെന്ന് പറയുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നിറവേറ്റപ്പെടണം. അത് വെച്ച് നോക്കുമ്പോൾ ഈ വീടിന് ആവശ്യമുള്ള ബെഡ്റൂംസ്, കിച്ചൺ, ഡൈനിങ് റൂം എല്ലാ സൗകര്യങ്ങളുണ്ട്. 2.25 സെൻറ്റ് സ്ഥലത്തിൻ്റെ പരിമിതിക്കുള്ളിൽ ഒരു ആർക്കിടെക്റ്റിൻ്റെയോ എഞ്ചിനീയറുടെയോ സഹായമില്ലാതെയാണ് ഈ വീട് പണിതത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം മോഡുലർ കിച്ചൺ ആക്സസറീസ്. വീട് brought to you by BCG Builders. in association with കെട്ടിടങ്ങൾ ഏതുമാവട്ടെ കുറഞ്ഞ ചെലവിൽ സുന്ദരമാക്കൂ ഗാൽടെക്സ് ടെക്സ്ചറിലൂടെ. Life is so slick എന്റെ കിച്ചണിൽ. He life to you enjoy. എന്റെ ദൈവമേ, ഇത് എന്നെ കൊണ്ട് പോവുള്ളൂ. എടാ